ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിസോസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിൽ നല്ലൊരു ഫ്ലേവറിലും കൂടെയാണ്. ഗീ റൈസ്, പൊറോട്ട, വെള്ളപ്പം പോലത്തെ അപ്പങ്ങളിലേക്കും റൈസുകൾക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പം കണ്ടു നോക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. കറിയിലേക്കുള്ള ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അധികം മസാല ഒന്നുമില്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മസാലകൾ, പൊടികൾ ഐറ്റംസ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഞാനിവിടെ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്, അധികം എടുത്തിട്ടില്ല. അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലൊരു പുളിപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കേടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയല്ല, കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികം മസാല ഒന്നുമില്ല. ഇനി നമുക്ക് അതിലേക്കുള്ള ഗ്രേവിയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൽ ചെയ്തെടുക്കാം, പക്ഷേ ഫ്ലേവറിൽ ജസ്റ്റ് മാറ്റങ്ങളുണ്ടാവും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വോൾ സ്പൈസസ് ആയിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫിൻ്റെ കൂടെ തന്നെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കൂടി പോകാൻ പാടില്ല, അപ്പോൾ ഫ്ലേവർ നല്ല മാറും കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ സൈസ് സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളി നല്ല കനം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ പച്ച മണം മാറുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് നല്ലൊരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു വലിയ തക്കാളിയും അതിലേക്കൊരു 1/2 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചെറിയ കുറച്ചിട്ട് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയിൽ നിന്ന് നല്ലൊരു വെള്ളം ഇറങ്ങും കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്കൊരു നുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുള്ളൂ. ഓൾറെഡി ചിക്കനിൽ ചേർത്തതുകൊണ്ട് തന്നെ ഇതിലേക്ക് അധികം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അതൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്ത മസാലേൻ്റെ ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ ചിക്കനും മസാലയും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. മൂടി വെച്ചിട്ട് ചിക്കൻ ഒരു 10 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വേവിച്ചെടുക്കുന്ന ടൈമിൽ ചിക്കനും വെള്ളം ഇറങ്ങും. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഗ്രേവിൻ്റെ അളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓവർ ഗ്രേവി വേണമെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം നേരത്തെ മസാല ചുവറ്റിയിട്ടുള്ള വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതൊരു ചെറിയ കുക്കായി വരുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയുടെ കളർ തന്നെ ചേഞ്ച് ആവും. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏകദേശം 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കൻ കറി റെഡി ആയിട്ട് വരും. ആ ഗരം മസാലേൻ്റെ ആ ചോയൊന്ന് മാറുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുത്താൽ മതി ലാസ്റ്റായിട്ട്. അപ്പോൾ തന്നെ ചിക്കൻ ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ മുകളിൽ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ മുകളിൽ തെളിഞ്ഞ് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി കറിയാണ്, ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ടൈമിൽ ഗ്രേവി എത്രത്തോളം വേണം, തിക്ക് വേണോ ലൂസ് വേണോ
വേണമെന്നുള്ളത് നോക്കുക. ഞാനൊരു സെമി തിക്കിലാണ് എടുത്തിട്ടുള്ളത്. പൊറോട്ടയ്ക്കും ഗീ റൈസിനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തരാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. എന്നും ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള കറിയും കൂടാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കും. പെട്ടെന്നൊക്കെ ഒരു വിരുന്നുകാർ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ കറിയാണ്. ഉണ്ടാക്കി നോക്കുക. അപ്പം മറ്റ് റെസിപ്പീസിനായിട്ട് കീപ്പ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.